നിങ്ങൾ വിനു മോഹൻ ഒന്ന് ഫോൺ ചെയ്ത് എന്നോട് പറയണ്ടേ ഇവരുടെ നിപ്പുണ്ടെന്ന്. ഞാൻ അന്നേരം ഇവിടെ വന്നേനെ. ആരാടാ ഞാൻ ഒളിച്ചിരുന്ന സമയത്ത് ഇവിടെ വന്നേ? ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഒന്നുകൂടെ വാടാ. ആശുപത്രി കെട്ടിടം ഇടിഞ്ഞ് വീണിട്ട് ഇവിടെ അനങ്ങിയിട്ടില്ല, പിന്നാണ് കത്രിക. അതിലൊന്നും ഭയന്ന് ഓടുന്ന ആളല്ല. ഓട്ടക്കപ്പലിന്റെ അമരത്ത് തൂങ്ങിയാടുന്ന ഒരു ഓഞ്ഞ കപ്പിത്താൻ ഞങ്ങൾക്കുള്ള വിവരം നിങ്ങളങ്ങ് മറന്നുപോയോ? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെ ഉണ്ടാ, ഞാനിവിടെ ഉണ്ടായിരുന്നടാ. കട്ടിലിനടിയിലല്ലേ ഞാൻ ഉണ്ടായിരുന്നത്. എവിടെ വേണ്ട വേണ്ടെന്ന് വിചാരിക്കുന്നവരും തലേ കയറുക. അമ്മ പറഞ്ഞിട്ടാ അല്ലെങ്കിൽ 2 മണിക്കൂറായി എന്റെ മോൻ പേടിച്ച് കട്ടിലിന് ചോട്ടിൽ ഒടിച്ചിരിക്കായിരുന്നു. ഇന്ന് അവൻ ജോലിക്കും പോയിട്ടില്ല. ഇപ്പഴവനോട് ജീവൻ വെച്ചത്. എന്താണ്ടാ? ഒന്നുമില്ല. ഇനി 2 മാസവും കട്ടിലിനടിയിൽ തന്നെ ഉണ്ടായിരിക്കും, കേട്ടല്ലോ. കാണണ്ടവര് മുൻകൂട്ടി പറയണം, അപ്പോഴേ എനിക്ക് ഒളിച്ചിരിക്കാൻ പറ്റുള്ളൂ. മല്ലയ്യ വരുന്നുണ്ടല്ലോ. ഞാൻ ഇരവിപേര് പോവാണ്. അവിടെ YMA ലൈബ്രറിയുടെ പരിപാടിയാണ്. അതിനുശേഷം നല്ല ഒരു ശ്വാസം മുട്ടല് അനുഭവപ്പെടുന്നുണ്ടല്ലോ മന്ത്രി. എങ്കയോ കേട്ട കുറൽ. ഒരിക്കൽ കൂടി ആ ശബ്ദം പുറപ്പെടുവിക്കൂ. യോ, അറിഞ്ഞറിയാതെ ഒന്നും മെഡിക്കൽ കോളേജിലോട്ടൊന്നും ചെന്ന് കയറി കൊടുക്കരുതേ, പോത്തില്ലെന്നറിയാം. പെരുവാറ്റയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇതേ ഒരു സംഭവം ഉണ്ടായപ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോ? അപ്പൊ കത്രിക 5-6 പ്രാവശ്യം പെണ്ണുങ്ങളുടെ വയറ്റി കുടുങ്ങിയതും കാലും കൈയും ഒക്കെ മുറിച്ചു വിട്ടതും ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണതൊന്നും അല്ല പ്രശ്നം. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? ഇവിടെ